മക്കളെ സ്നേഹം സാണിധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കവിത തരും, എന്നിട്ട് കവിതയിൽ നിന്നും തുക്കാന്ത ശബ്ദം എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ തുക്കാന്ത ശബ്ദം എന്ന് വെച്ചാൽ ഒന്നുമില്ല, റൈമിംഗ് വേർഡ്സ് ആണ്. നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, റൈമിംഗ് വേർഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, തുക്കാന്ത ശബ്ദം. അപ്പൊ നമുക്ക് എന്താണ്, ജഗ്മഗ് താര എന്ന് പറയുന്ന നമ്മുടെ കവിത തന്നിട്ടുണ്ട്. ഈ കവിതയിൽ നിന്ന് നോക്കിക്കേ, അവസാനത്തെ വരികൾക്ക് ഒരു പ്രത്യേകത മക്കൾ കാണുന്നില്ലേ? നോക്കിക്കേ, ഹമാര താര, ഹമാര ഋക്വാര, ഹമാര സംവാര. റാ റാ എന്ന് പറയുന്ന ആ ഒരു ശബ്ദം ഇങ്ങനെ വരുന്നില്ലേ? അതിനാണ് നമ്മൾ തുക്കാന്ത ശബ്ദം എന്ന് പറയുന്നത്. റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ഒരേപോലെയുള്ള ശബ്ദങ്ങൾ വരികയാണെങ്കിൽ അതാണ് തുക്കാന്ത ശബ്ദം എന്ന് പറയുന്നത്. മക്കളോട് ചോദിക്കുകയാണെന്ത്, തുക്കാന്ത ശബ്ദ ചുൻകർ ലിഗെ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എഴുതാം. എന്താണ്, ഒന്നില്ലെങ്കിൽ ഹമാര താര എഴുതി വെക്കുക, അല്ലെങ്കിൽ താര രഖ്വാര എഴുതി വെക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലേ. ഇതേ മിസ് ഇവിടെ എഴുതിയിട്ടുള്ളത് താര രഖ്വാര എന്ന് പറയുന്ന രണ്ട് ശബ്ദവും, പിന്നെ എന്താണ് ഹമാര സംവാര എന്ന് പറയുന്ന ഈക്വൽ ആയിട്ട് വരുന്ന രണ്ട് ശബ്ദങ്ങളും. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇത് നമ്മുടെ ജഗ്മഗ് താരയിൽ നിന്നും മാത്രമല്ല, പുറത്തുനിന്ന് ചിലപ്പോൾ ഒരു കവിത തന്നിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ തുക്കാന്ത ശബ്ദം ഇനി വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ തെറ്റിക്കരുത്. ഇതാണ് നമ്മുടെ റൈമിംഗ് വേർഡ്സ് ആണെന്നുള്ള കാര്യം ആലോചിക്കാം. ബൈ ബൈ.